അനിക. അനിക്കേന്റെ കൂടെ നല്ല എന്തോ വന്നു എന്നിട്ടത് വിഴുങ്ങിയതാ. അല്ല, വിഴുങ്ങിയതല്ല, നമ്മള് അത് കുറച്ച് അത് എന്റെ സീക്രട്ട് ഞാൻ റിവീൽ ആയി പോയില്ലേ, അതുകൊണ്ട് അതില്ല. വേറെ എന്തെങ്കിലും കഥ. അനികയുടെ കൂടെ വേറെ കഥ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മള് ഇപ്പം ഞങ്ങൾ ഭയങ്കര ബോണ്ടായിട്ടുള്ള ഫ്രണ്ട്സ് അല്ല. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഇതാക്കും. അത് അങ്ങനത്തെ ഒരു ഫ്രണ്ടാണ് എൻ്റെ. ലൈക്ക് എവിടെയൊക്കെ പോയാലും അവിടെ അനിക്ക ഉണ്ട് എന്നൊരു അവസ്ഥയാണ് എനിക്ക്. കാരണം കോഴിക്കോട് വീട്ടിൽ അവിടെയൊക്കെ പോയാൽ എൻ്റെ അമ്മയും അനിക്കയുടെ അമ്മയും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് അവരിടയ്ക്ക് മീറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ വണ്ടി ഓടിക്കാനുണ്ടാവുക അനിക്കായിരിക്കും, എൻ്റെ വണ്ടി ഓടിക്കാനുണ്ടാവുക ഞാനായിരിക്കും. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ കൂടുതലും പോകേണ്ടത്. പിന്നെ കോളേജിലാണെങ്കിലും അവൾ പറഞ്ഞിട്ടാണ് ഞാൻ ജേർണലിസം എന്ന് പറഞ്ഞ കോഴ്സ് എടുക്കുന്നത്. കാരണം അവൾ ഇതേ സെയിം കോഴ്സായിരുന്നു പഠിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞിട്ട് ഞാൻ കോളേജിൽ ഫസ്റ്റ് ഡേ ഒക്കെ പോയപ്പം ഞാൻ അവളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് ഈ ബോണ്ട് ഒന്ന് കോളേജിൽ വെക്കണം, നമുക്കൊരു വേറെ തന്നെ ബോണ്ട് കോളേജിൽ പിടിക്കാം. എങ്ങനെ പിന്നെ കോളേജിൽ കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ കണ്ടാൽ മൈൻഡ് കൂടി ചെയ്യില്ല, ആ സാധനം മാത്രം. അതാണ് ഞങ്ങൾ കോളേജിലത്തെ ഒരു സ്റ്റോറി. എന്ത് പറ്റി ഇങ്ങനെ ഈ പറഞ്ഞ അതിൽ ജേർണലിസം കോഴ്സ് ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് ഉണ്ട്, ഇപ്പൊ മ്യൂസിക് കോഴ്സ് ഉണ്ട്, എന്തുകൊണ്ട് അത് എന്തുകൊണ്ട് മാറി ചെയ്തു? എനിക്ക് ശരിക്കും പഠിക്കാൻ ആഗ്രഹം മ്യൂസിക് പ്രൊഡക്ഷൻ എന്നൊരു കോഴ്സായിരുന്നു. അപ്പോൾ അത് ഞാൻ നോക്കുമ്പം ഒരു ഡിഗ്രി കോഴ്സായിട്ട് എടുത്ത് പഠിച്ച അത്രയും 3 ഇയേഴ്സോളം പഠിക്കാനുള്ളൊരു സാധനമില്ല. നമ്മുടെ കൊച്ചിയിൽ തന്നെ ഒരുപാട് ഡിപ്ലോമ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വെറുതെ 3 വർഷം ഈ ഒരു ചെറിയ സാധനം പഠിക്കാൻ വേണമെന്നുള്ളത് വിചാരിച്ചു. പിന്നെ വെച്ച് പുറത്ത് പോകാമെന്ന്. അങ്ങനെ ആ പ്ലാനുകളൊക്കെ +2 കഴിഞ്ഞ് വന്നപ്പോഴാണ് ലോക്ക്ഡൗണും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കൊറോണ അങ്ങനത്തെ സീനുകളൊക്കെ വന്നു. അപ്പോൾ പിന്നെ വെച്ചു എന്നാൽ പിന്നെ പോക്ക് വേണ്ട. പിന്നെ ഷോസും കുറേ വരാൻ തുടങ്ങി. അപ്പോൾ ഷോസ് വേണ്ടാന്ന് വെച്ചിട്ട് പഠിക്കാൻ പോകാനൊന്നും മാത്രം എനിക്ക് താല്പര്യമില്ല. അപ്പോൾ പിന്നെ അതെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പുറത്ത് പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഒരു വർഷം ഞാൻ ബ്രേക്ക് എടുത്തു. എന്ത് തീരുമാനിക്കണം എന്നോർത്ത് ബ്രേക്ക് എടുത്തു. പ്രത്യേകിച്ചൊന്നും തീരുമാനിച്ചില്ല, ഒരു വർഷം വെറുതെ കളഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇതേമാതിരി പ്രിൻസിപ്പൾ പറഞ്ഞു, നീ ഇങ്ങനെ ഇരുന്നുണ്ടെങ്കിൽ മടി പിടിച്ചിരിക്കുകയുള്ളൂ, എന്തെങ്കിലും ഡിഗ്രിക്ക് പോയി ജോയിൻ ചെയ്യുക, ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത് നല്ലതല്ലേ എപ്പോഴും എന്ന് പറഞ്ഞു. അപ്പോൾ അതാ അനിക്കയുടെ വീട്ടിലെ പാലുകാച്ചലിന് പോയതായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, എടാ നീ ജേർണലിസത്തിലേക്ക് വാ, എളുപ്പമാണ് പറഞ്ഞാൽ അങ്ങനെ തന്നെ പറഞ്ഞു. അവിടെ തന്നെ കോളേജിൽ അപ്ലൈ ചെയ്തു, വിളിച്ചു കാര്യങ്ങളൊക്കെ സെറ്റാക്കി. കോളേജിൽ തുടങ്ങുന്ന 2 ദിവസം മുൻപ് നേരെ അഡ്മിഷനൊക്കെ എടുത്ത്. എങ്ങനെ എളുപ്പമാണോ? വലിയ ബുദ്ധിമുട്ടില്ല, മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്.